Yes, hello everyone. Now we are entering into a new chapter, new lesson. In fact, elements of law of contracts. Okay, ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഒബ്വിയസ്ലി ഈസി സ്കോറിംഗ് ചാപ്റ്റർ കൂടിയാണ് നമുക്ക് പറയാം. ഓക്കെ, ഇതിൽ കോൺട്രാക്ട് ലോനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊരു മനുഷ്യനും അയാളുടെ ഒരു പ്രത്യേക ദിവസത്തിൽ ഫ്രം മോർണിംഗ് ടു നൈറ്റ് പലതരത്തിലുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാം. ഇപ്പൊ അയാള് ഒരു ക്യാബ് ബുക്ക് ചെയ്യണം ഊബറിൽ, കോൺട്രാക്ട്. ഒരു ഫുഡ് ഓർഡർ ചെയ്യണം സ്വിഗ്ഗിയിൽ, കോൺട്രാക്ട്. ഇഫ് യു ആർ ബൈങ് എ ടീ ഓഫ്ലൈൻ ആയിട്ട് ബൈങ് ടീ, കോൺട്രാക്ട്. സോ ഇതെല്ലാം ഒരു കോൺട്രാക്ട് എപ്പോഴും ഒരാളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കോൺട്രാക്റ്റുകൾ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. സോ ഇൻ മോഡേൺ സൊസൈറ്റി വിത്തൗട്ട് കോൺട്രാക്ട് ഒരു പ്രത്യേകം ലോ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് ബിസിനസ് സ്റ്റോപ്പ് ആവും, ട്രേഡ് വിൽ സ്റ്റോപ്പ്. ഉദാഹരണത്തിന് എ എന്ന് പറഞ്ഞ ഒരാൾ സെല്ലറാണ്, ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ബി എന്ന് പറഞ്ഞ ഒരാളുടെ ബയറാണ്. എ ബിക്ക് അയാളുടെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തു. ബി എക്ക് എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. കൊടുത്തില്ല. വാട്ട് ഹാപ്പൻസ്? ബിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? സോറി, എനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? കാരണം അയാൾ ബിസിനസ്സുകാരനാണ്. അയാളുടെ പ്രൊഡക്റ്റ് ബിക്ക് ഡെലിവറി ചെയ്തു. റിട്ടേൺ അയാൾക്ക് ക്യാഷ് വേണം, പക്ഷെ ബി കൊടുക്കുന്നില്ല. സോ ദർ മസ്റ്റ് ബി പ്രൊട്ടക്ഷൻ ഫോർ ഇം. ഇതേപോലെ തന്നെ ബി എ എന്ന് പറഞ്ഞ ബിസിനസ്സുകാരന് പൈസ കൊടുത്തു. എ തിരിച്ചെന്ത് ചെയ്യണം? അയാളെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണം. ഡെലിവറി ചെയ്തില്ല. വാട്ട് ഹാപ്പൻസ്? സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ നിയന്ത്രിക്കാൻ ഒരു ലോ വേണമെന്ന് പറയുന്നതാണ്. അവിടെയാണ് നമ്മുടെ കോൺട്രാക്ട് ലോ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. കോൺട്രാക്ട് ലോ. Without this contract law, business cannot run, trade will definitely stop. ബിസിനസ് എല്ലാം ഒരു പ്രോമിസസിലാണ് ഒരു റൺ ചെയ്യുന്നത്. അതായത് സെല്ലർ പറയാണ് ഞാൻ എന്റെ ഗുഡ്സ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യണം, ബയർ പറയും ഞാൻ അതിന് പൈസ ചെയ്തോളാം. ദിസ് ഇസ് പ്രോമിസ്, അല്ലേ? സെല്ലർ പ്രോമിസസ് ടു ഡെലിവർ ഗുഡ്സ് ആൻഡ് ബയർ പ്രോമിസസ് ടു പേ മണി. ഇതാണ് ഒരു കോൺട്രാക്ടിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺട്രാക്ട് ലോ ഗിവ്സ് പ്രൊട്ടക്ഷൻ ഫോർ ബോത്ത് പാർട്ടീസ്. അതായത് ഡെലിവർ ചെയ്യുന്ന ബിസിനസ്സുകാരനെ പ്രൊട്ടക്ട് ചെയ്യും, ബൈ ചെയ്യുന്ന ബയറിനെയും പ്രൊട്ടക്ട് ചെയ്യും. സോ ദർ എൻഷുവേഴ്സ് എ ഫെയർനെസ്. ഇഫ് സെല്ലർ ചീറ്റ്സ്, ബയർ ക്യാൻ ഗോ ടു ദ കോർട്ട്. ഇഫ് ബയർ ചീറ്റ്സ്, ദ സെല്ലർ ക്യാൻ ഗോ ടു ദ കോർട്ട്. ഇവിടെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ Contract Act 1872 ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്നു. ദിസ് ലോ ഗവേൺസ് കോൺട്രാക്ട്സ് ഇൻ ഇന്ത്യ. ഇത് എന്നാ വന്നത്? ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st September 1872. ഇതാണ് ഇന്ത്യയിലെ കോൺട്രാക്ട്സിനെ ഗവേൺ ചെയ്യുന്ന ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. എല്ലാ കോൺട്രാക്ട് റൂൾസും ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നിന്ന് ഡിറൈവ് ചെയ്തെടുത്താണ്. ദിസ് ലോ ഡസ് നോട്ട് കവർ എവറിത്തിങ്. അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഇൻഷുറൻസ്, അതിനൊക്കെ സെപ്പറേറ്റ് ലോസ് ഉണ്ട്. പക്ഷെ ദിസ് ആക്ട്സ് മെയിൻലി എക്സ്പ്ലെയിൻസ് ദ ബേസിക് റൂൾസ് ഓഫ് കോൺട്രാക്ട്സ്. ഓക്കെ, ബേസിക് റൂൾസ് ഓഫ് കോൺട്രാക്ട്സ് മെയിൻലി ഈ ആക്ടിലാണ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഈ ആക്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 ഈസ് ദർ, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1 സെക്ഷൻസ് 1 to 75 ആണെങ്കിൽ പാർട്ട് 2 സെക്ഷൻ 124 to 238. ഓക്കെ, പാർട്ട് 1 പറയുന്ന കാര്യങ്ങൾ ജനറൽ റൂൾസ് ഓഫ് കോൺട്രാക്ടിനെ കുറിച്ചാണ് പാർട്ട് 1 പറയുന്നത്. ജനറൽ റൂൾസ് ഓഫ് കോൺട്രാക്ട്.
അത് നമ്മൾ പഠിക്കും എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. അതുപോലെ ഉദാഹരണം ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, ഇതൊക്കെയാണ് ജനറൽ റൂൾസ് ഓഫ് കോൺട്രാക്ട് ആയിട്ട് പറയുന്നത്. അതെന്താണെന്ന് ഓരോന്ന് വിൽ സ്റ്റഡി. ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഇത് പറയുന്നുള്ളൂ. പാർട്ട് 2 പറയുന്നത് സ്പെഷ്യൽ കോൺട്രാക്ട്സിനെ കുറിച്ചാണ്. സ്പെഷ്യൽ കോൺട്രാക്ട്സ് വരുന്നതാണ് ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെന്റ്, പ്ലഡ്ജ്, ഏജൻസി. ഇതൊക്കെ ഓരോന്നായിട്ട് എന്താണെന്ന് നമ്മൾ നോക്കും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ടഫ്. ഈസിയാണ്. ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരാൻ നമുക്ക് കഴിയും. ഓക്കെ, സോ എന്താണ് ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് എ കോൺട്രാക്ട്? ഒരു കോൺട്രാക്ടിന് 2 പാർട്ട് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഈസ് എൻ എഗ്രിമെന്റ്. കോൺട്രാക്ട് ഹാസ് 2 പാർട്സ്, എഗ്രിമെന്റ്. അനദർ വൺ ഈസ് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലീഗൽ എൻഫോഴ്സിബിലിറ്റി, നിയമപരമായിട്ടുള്ള എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ലീഗൽ ഒബ്ലിഗേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലീഗൽ എൻഫോഴ്സിബിലിറ്റി. ഓക്കെ, ഒരു എഗ്രിമെന്റ് പ്ലസ് ലീഗൽ ഒബ്ലിഗേഷൻ വരുമ്പോഴാണ് അതൊരു കോൺട്രാക്ട് ആയി മാറുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതായത് ഒരു സർട്ടൻ എഗ്രിമെന്റ്, അത് ദാറ്റ് മസ്റ്റ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. പറഞ്ഞത് ഇപ്പോഴത്തേക്കും മനസ്സിലാക്കിയാൽ മതി. ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതിന് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ വരികയാണ്. അത് പറഞ്ഞാല് ലീഗൽ ഒബ്ലിഗേഷൻ വരികയാണ്, അപ്പോഴാണ് അതൊരു കോൺട്രാക്ട് ആവുന്നത്. അത് പറഞ്ഞാൽ ഇപ്പൊ എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെന്റ്, എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെന്റ്, എ എന്ന് വായിക്കില്ല അല്ലെ, എയും ബിയും തമ്മിൽ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യം ബി എക്ക് ചെയ്തില്ല, അപ്പോ എക്ക് നഷ്ടം വന്നു. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ എക്ക് അത് കോടതിയിൽ പോയിട്ട് ജസ്റ്റിസ് സെർവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആവുമ്പോഴാണ് ലീഗൽ ഒബ്ലിഗേഷൻ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആയി മാറുന്നത്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് അല്ല. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ചെയ്തു. ഓക്കെ, ആ എഗ്രിമെന്റ് ആരെങ്കിലും ഒരാൾ വയലേറ്റ് ചെയ്താല് മറ്റേ ആൾക്ക് കോടതിയിൽ പോയിട്ട് ജസ്റ്റിസ് നേടാൻ പറ്റുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ ലീഗൽ ഒബ്ലിഗേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ആ എഗ്രിമെന്റിന്റെ കൂടെ ലീഗൽ ഒബ്ലിഗേഷൻ കൂടി ചേർന്നാൽ മാത്രമേ അതൊരു കോൺട്രാക്ട് ആയിട്ട് മാറും. ദാറ്റ് ഈസ് എഗ്രിമെന്റ് മസ്റ്റ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പൊ എന്നോട് 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആയി മാറില്ല. അത് മാറണമെങ്കിൽ എന്ത് വേണം? ലീഗൽ ഒബ്ലിഗേഷൻ വേണം. ലീഗൽ ഒബ്ലിഗേഷൻ പറഞ്ഞാൽ ആരാണോ ആ എഗ്രിമെന്റ് പ്രകാരം വഞ്ചിക്കപ്പെട്ടത് അയാൾക്ക് കോടതിയിൽ പോയി ജസ്റ്റിസ് നേടിയെടുക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് ലീഗൽ ഒബ്ലിഗേഷൻ ആവുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആയി മാറുന്നത്. ക്ലിയർ? ഇപ്പോ എയും ബിയും ഫ്രണ്ട്സ് ആണ്. എ ബിനെ വന്ന് കാണാന്ന് പറഞ്ഞു. എ പ്രോമിസ് ടു ബി. അതൊരു കോൺട്രാക്ട് അല്ല അല്ലെ? കാരണം അതൊരു ജസ്റ്റ് ഒരു ഓറൽ ഇതാണ്. അതിലൊരു ഒരിക്കലും ഒരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഒന്നുമില്ല. അത് തെറ്റിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എ പ്രോമിസ് ടു സെൽ ഗുഡ്സ് ടു ബി, അതൊരു കോൺട്രാക്ട് ആണ്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് വൺ ഈസ് ജസ്റ്റ് എ സോഷ്യൽ അഫയർ, ഞാൻ നിന്നെ കാണാന്ന് പറഞ്ഞത്. ബട്ട് സെക്കൻഡ് ഈസ് ലീഗൽ. ഇനി അടുത്തത്, സി എ അഗ്രീസ് ടു സപ്ലൈ ഗുഡ്സ് ടു ബി. ദിസ് ഇസ് സപ്ലൈ ഗുഡ്സ് ടു ബി, ഓറലി ആണ്. ഓക്കെ, ബി അഗ്രീസ് ടു പേ മണി. ദിസ് ഈസ് എ അഗ്രിമെന്റ്. ഈ ഓറൽ ആണെങ്കിൽ പോലും അതൊരു അഗ്രിമെന്റ് ആണ്. ഇത് ഇനി ലീഗലി എല്ലാ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് എ കോൺട്രാക്ട്. എഗ്രിമെന്റ് ആണ് കോൺട്രാക്ടിന് രൂപം കൊള്ളിക്കുന്നത്. ദാറ്റ് ഈസ് എഗ്രിമെന്റ് ഗിവ്സ് ബർത്ത് ടു കോൺട്രാക്ട്. വിത്തൗട്ട് എഗ്രിമെന്റ് ഒരു കോൺട്രാക്ട് ഉണ്ടാവില്ല. ഓക്കെ, എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസസ് ആണ് എഗ്രിമെന്റ്. അത് പറഞ്ഞാല് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസസിനെയാണ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞത്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. കുറച്ചുകൂടി പറയുകയാണെങ്കിൽ, ഇതും കൂടി കഴിഞ്ഞിട്ട് ഉദാഹരണം പറഞ്ഞത്, ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അത് രൂപീകരിക്കപ്പെടുന്നത് ഒരു ഓഫർ ഉണ്ടാവും, ആ ഓഫറിന്റെ അക്സെപ്റ്റൻസ് ഉണ്ടാവും. അപ്പോഴാണ് ഒരു എഗ്രിമെന്റ് രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, അത് എവറി എഗ്രിമെന്റ് ഈസ് ബേസ്ഡ് ഓൺ എ പ്രോമിസ്. ഉദാഹരണത്തിന് എ പ്രോമിസസ്
A promises to sell bike. Okay. B promises to pay 50,000. ഇങ്ങനെ നമുക്ക് എന്തായി ഒരു എഗ്രിമെന്റ് ഫോം ആയി അല്ല ഈ രണ്ട് പ്രോമിസും കൂടി വെച്ചിട്ട് എഗ്രിമെന്റ് ഫോം ആയി. വാട്ട് ഈസ് പ്രോമിസ്? പ്രോമിസ് പറയുന്നത് വെൻ എ പ്രൊപ്പോസൽ ഈസ് അക്സെപ്റ്റഡ് ഇറ്റ് ബിക്കംസ് പ്രോമിസ്. അതായത് അത് നമുക്ക് ഒന്നുകൂടി പറയാം. ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് എന്താ വേണ്ടത്? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് വേണം, പ്രോമിസസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസസ് വേണം. ഓക്കെ, ഇപ്പൊ ഈ എ പ്രോമിസ് ടു സെൽ ബൈക്ക് അതൊരു പ്രോമിസ് ആയി. ഇൻ ടേൺ ബി പ്രോമിസ് ടു പേ 50,000. അപ്പൊ ഒരു സെറ്റ് ഓഫ് പ്രോമിസസ് വന്നപ്പോ അതെന്ത് വന്നു? അവിടെ ഒരു എഗ്രിമെന്റ് ഫോം ആയി. ഓക്കെ, എപ്പോഴാണ് ഒരു പ്രൊപ്പോസൽ വരുന്നത്? പ്രൊപ്പോസൽ വരുന്നത് വെൻ ആൻ ഓഫർ ഈസ് അക്സെപ്റ്റഡ്. ഇപ്പോ എ പ്രോമിസ് ടു സെൽ ബൈക്ക്, അപ്പൊ ബി എന്ത് ചെയ്തു? ആ പ്രോമിസ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോഴാണ് അവിടെ എന്തുണ്ടായിരുന്നത്? എ പ്രോമിസ് ടു സെൽ ബൈക്ക് എന്ന് പറയുന്നത് ഒരു ഓഫറാണ്. ബി എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതൊരു പ്രോമിസായി മാറുന്നത്. അതായത് ഒരു പ്രോമിസ് ആയിട്ട് വരുന്നത്, ഒരു പ്രോമിസ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്നുകൂടി നോക്കാം നമ്മള്. ഒരു പ്രോമിസ് രൂപീകരിക്കപ്പെടാൻ, വാട്ട് ഇസ് എ പ്രോമിസ്? വാട്ട് ഇസ്, കൺഫ്യൂഷൻ വേണ്ട, വളരെ സിമ്പിൾ ആണ്. വാട്ട് ഈസ് എ പ്രോമിസ്? ഒരു പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഒരു ഓഫർ വയ്ക്കുന്നു. വൺ പേഴ്സൺ മേക്സ് എൻ ഓഫർ, അതർ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യും. അപ്പോ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു പ്രോമിസ് രൂപീകരിക്കപ്പെട്ടു. അതായത് എ പറയാണ് ഐ വിൽ സെൽ മൈ ഫോൺ ഫോർ ₹10,000. അത് ഓഫർ. വാങ്ങാൻ ബി എഗ്രി ചെയ്തു. സോ അക്സെപ്റ്റൻസ്. അപ്പൊ എന്ത് വരും? അവിടെ ഒരു പ്രോമിസ് രൂപീകരിക്കപ്പെട്ടു. ഇതാണ് ഒരു പ്രോമിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രോമിസ് രൂപീകരിക്കപ്പെടുമ്പോൾ എന്ത് വരും? അവിടെ ഒരു എഗ്രിമെന്റ് ആയി മാറി. സോ പ്രോമിസ് ഈസ് മേഡ് അപ്പ് ഓഫ്, എഗ്രിമെന്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എ പ്രോമിസ് ആൻഡ് പ്രോമിസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് തന്നെയാണ് നമുക്ക് പറയാം. സം ടോട്ടൽ ഓഫ് ഓൾ ദ ഓഫേഴ്സ് ആൻഡ് അക്സെപ്റ്റൻസസ് ബിക്കംസ് എ എന്ത് വരും? ബിക്കംസ് എ എഗ്രിമെന്റ്. ഓക്കെ, ഇതൊരു ബൈക്ക് കൊടുക്കാന്ന് ചെയ്തു, അതേപോലെ തിരിച്ചിത്ര രൂപ തരാന്ന് പറഞ്ഞു, അതൊരു ഓഫർ അക്സെപ്റ്റൻസ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഓഫർ അക്സെപ്റ്റൻസും കൂടി പ്ലസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എഗ്രിമെന്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ എഗ്രിമെന്റ് പ്ലസ്, സോ നമുക്ക് കുറച്ചുകൂടി ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് നടക്കുമ്പോൾ അവിടെ പ്രോമിസ് വരും. ആ പ്രോമിസ് തന്നെയാണ് നമ്മൾ എന്ത് വരുന്നത്? എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് വരുമ്പോൾ അവിടെ പ്രോമിസ് വരും, ഒരു പ്രോമിസ് വരും. അങ്ങനെ കുറെ പ്രോമിസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി പ്ലസ് ചെയ്ത് വരുമ്പോഴാണ് എഗ്രിമെന്റ് വരുന്നത്, എഗ്രിമെന്റ് ഫോം ചെയ്യും അല്ലെ? ഇനി ഈ എഗ്രിമെന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ ലീഗൽ എൻഫോഴ്സിബിലിറ്റി വരുമ്പോഴാണ് സംഭവിക്കുന്നത്. എഗ്രിമെന്റ് പ്ലസ് ലീഗൽ എൻഫോഴ്സിബിലിറ്റി വരുമ്പോഴാണ് അതൊരു കോൺട്രാക്ട് ആയി മാറും. ക്ലിയർ? സോ ആദ്യം ഓഫർ ഉണ്ടാവും, പിന്നെ അക്സെപ്റ്റൻസ് ഉണ്ടാവും. ഓഫർ അക്സെപ്റ്റൻസ് വരുമ്പോൾ അത് പ്രോമിസ് ആയി മാറും. സോ വൺസ് എ പ്രോമിസ് എന്താണ്? പ്രോമിസ് ബിക്കംസ് എഗ്രിമെന്റ്. എഗ്രിമെന്റ് എന്തോരും? കോൺട്രാക്ട് വരും. ഒന്നുകൂടി നമുക്ക് ആ ചെയിൻ ഒന്ന് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിയാൽ മതി. ആദ്യം ഒരാൾ ഒരു ഓഫർ വെക്കും, വേറൊരാൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അതെന്ത് പറ്റും? അത് പ്രോമിസായി മാറും. ഇനി അതേപോലെ വേറെയും പ്രോമിസും വേറെ ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ അതെല്ലാം പ്ലസ് ചെയ്ത് ഈ ഒരെണ്ണം ഉള്ളെങ്കിൽ ആ പ്രോമിസ് തന്നെ നേരെ എന്തായി മാറും? എഗ്രിമെന്റ് ആയി മാറും. ഇനി അതിന്റെ കൂടെ ലീഗൽ എൻഫോഴ്സിബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് കോൺട്രാക്ട് ആയിട്ട് മാറും. ഇത്രേ ഉള്ളൂ. ഇതിന് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പൊ ഞാൻ എ സെൽസ് ബി, ഞാൻ വേറൊരാൾക്ക് ബൈക്ക് വിൽക്കാൻ തീരുമാനിച്ചു 10,000 രൂപയ്ക്ക്. അപ്പോ ഞാൻ കൊടുക്കുന്നത് ഓഫറാണ്. ഇപ്പൊ നിങ്ങൾ അത് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോ നിങ്ങൾ ചെയ്യുന്ന അക്സെപ്റ്റൻസ് ആണ്. അവിടെ പ്രോമിസ് വന്നു, ആ പ്രോമിസ് എഗ്രിമെന്റ് ആയി മാറി. ഇനി അതെല്ലാ കോൺട്രാക്ട് ലോണിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണ് നമ്മൾ ചെയ്തെങ്കിൽ എന്ത് വരും? അവിടെ ലീഗലി എൻഫോഴ്സിബിൾ ആയി മാറും. അപ്പൊ അത് ദാറ്റ് ബിക്കംസ് എ കോൺട്രാക്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ.
അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. വളരെ ബേസ് കാര്യം നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, താങ്ക് യു.